എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ണീരാണോ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം എന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയോർക്ക് ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ കണ്ണുനീരാണോ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം? നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചു, നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു, ആ വ്യക്തിക്ക് വേണ്ടി നിലകൊണ്ടു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും ആ വ്യക്തിക്കൊപ്പം നിലനിൽക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആ വ്യക്തി നിങ്ങളെ പരിഗണിച്ചുവോ? ആ വ്യക്തി നിങ്ങളെ കൺസിഡർ ചെയ്തുവോ എന്നുള്ളതാണ് നാം ഇപ്പോൾ നോക്കുന്നത്. നിങ്ങൾ എത്ര സ്നേഹിച്ചിട്ടും ആ വ്യക്തിയിൽ നിന്നും ഒരു പോസിറ്റീവായ ഒരു തീരുമാനം ഉണ്ടായില്ല, ഒരു പോസിറ്റീവായ നിലപാടുണ്ടായില്ല. നിങ്ങൾക്കതൊരുപാട് വിഷമമായി. ജീവിതത്തിൽ സ്നേഹിക്കാനല്ലേ നിങ്ങൾക്ക് സാധിക്കൂ? നിങ്ങൾ മനസ്സറിഞ്ഞ് ഹൃദയം തുറന്ന് സ്നേഹിച്ചിട്ടും അതിനൊരു പ്രസക്തിയോ അതിനൊരു ഫലമോ ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായും സങ്കടമുണ്ടായി, നിങ്ങൾക്ക് സ്വാഭാവികമായും ദുഃഖമുണ്ടായി. എത്രയൊക്കെ സ്നേഹിച്ചിട്ടും നിങ്ങളെ മനസ്സിലാക്കാത്ത, നിങ്ങളെ പരിഗണിക്കാത്ത ഒരു നിലപാടുമായി ആ വ്യക്തി മുന്നോട്ട് പോയി. ആ വ്യക്തിയുടെ ആ നിലപാട് നിങ്ങളെ ഏറെ ദുഃഖിപ്പിച്ചു. ജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്ത് നിലപാടെടുക്കണം എന്നറിയാതെ നിങ്ങൾ കഷ്ടപ്പെടുകയും ചെയ്തു. മനസ്സിൽ ഒരുപാട് വിഷമം നിങ്ങൾക്ക് തോന്നി. എത്ര സ്നേഹിച്ചിട്ടും എന്തേ ആ വ്യക്തി നിങ്ങളോട് ഇങ്ങനെയൊക്കെ പെരുമാറി? എത്ര ഇഷ്ടപ്പെട്ടിട്ടും എത്ര പരിഗണിച്ചിട്ടും എന്തേ എന്നോട് മാത്രം ആ വ്യക്തി സ്നേഹം കാണിച്ചില്ല? ഞാൻ ഇത്രയൊക്കെ ജീവിതത്തിൽ സ്നേഹവും നന്മയും ഒക്കെ നൽകിയിട്ടും എന്തുകൊണ്ട് എന്നെ പരിഗണിച്ചില്ല? മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ അവഗണിച്ചപ്പോഴും, മറ്റുള്ളവർക്ക് നിങ്ങളെക്കാൾ പരിഗണന നൽകി നിങ്ങളുടെ കൺമുമ്പിൽ ആ വ്യക്തി പെരുമാറിയപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായത് ആരോട് പറയും, ആരോടും പറയാനില്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ നിങ്ങളുടെ കണ്ണുനീര് ഒരുപാട് ഒഴുകി. ഒരിക്കലും നിങ്ങളെ വേണ്ട, നിങ്ങളെ ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് ഒന്നും നൽകാനില്ല, നിങ്ങൾക്കൊന്നും പരിഗണിക്കാനില്ല എന്നുള്ള രീതിയിൽ ആ വ്യക്തി മുന്നോട്ട് പോയി. ആ വ്യക്തിയുടെ ആ മുന്നോട്ട് പോകലുകൾ നിങ്ങളെ ഏറെ ദുഃഖിപ്പിച്ചിരുന്നു. എന്ത് ചെയ്യണമെന്നും എന്താണ് പ്രതിവിധിയൊന്നും ആണെന്നൊന്നും അറിയാതെ നിങ്ങളേറെ കഷ്ടപ്പെടുകയും ചെയ്തു. നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ദുഃഖവും സങ്കടവും അതുമൂലം ഉണ്ടായിരുന്നു. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല, നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല. എത്രയെത്ര രീതിയിൽ, എത്രയെത്ര നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടും അതൊന്നും പരിഗണിക്കാൻ കഴിയാതെ, പരിഗണിക്കാൻ ശ്രമിക്കാതെ മുന്നോട്ട് പോയി. ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴൊക്കെ നിങ്ങൾ പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തി നിങ്ങളെ അവഗണിച്ചപ്പോൾ, ഒരു കാരണവുമില്ലാതെ നിങ്ങളെ ജീവിതത്തിൽ നിന്നും പിന്തള്ളാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ വിഷമം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. ഞാനിനി എന്ത് ചെയ്യും, എനിക്കിനി എന്ത് ചെയ്യാനുണ്ട്, എനിക്കിനി വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്നൊക്കെ നിങ്ങൾ കരുതിയിരുന്നു. ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങളോട് കാണിച്ച ആ മര്യാദകേടിന് ആര് നിങ്ങൾക്ക് വേണ്ടി പകരം ചോദിക്കും, അല്ലെങ്കിൽ ആര് പ്രതിവിധി സമ്മാനിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിരുന്നു, ഓർത്തിരുന്നു. പക്ഷെ ആരും സഹായിക്കാനില്ലാത്തതിൽ നിങ്ങൾക്ക് ദുഃഖമായിരുന്നു. ഇതാ നിങ്ങളുടെ കണ്ണുനീര് ആ വ്യക്തിക്ക് അതിൻ്റെ ഫലം കിട്ടിയിരിക്കുന്നു. നിങ്ങൾ മനസ്സ് അറിഞ്ഞ് വിഷമിച്ചതിന്, നിങ്ങളുടെ മനസ്സിലുണ്ടായ ദുഃഖത്തിന് ഇപ്പോൾ അറുതി വന്നിരിക്കുന്നു. നിങ്ങളെ വിഷമിപ്പിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്ത ആ വ്യക്തിക്ക് തക്കതായൊരു ശിക്ഷ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ വരാനിരിക്കുന്നു. നിങ്ങൾ കരുതി നിങ്ങൾക്ക് വേണ്ടി ആരും ചോദിക്കാനുണ്ടാകില്ലെന്ന്.
പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയും ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് പറ്റിയ ആ ഒരു പ്രതിസന്ധി, നിങ്ങൾക്ക് ഏറ്റ ആ പ്രതിസന്ധിക്ക് പകരമായി വന്നിരിക്കുന്നു. ആ വ്യക്തി അതിന് അനുഭവിക്കാൻ പോകുന്നു. ജീവിതത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ, നിങ്ങളെ വിഷമിപ്പിച്ച, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ച ആ വ്യക്തിക്ക് ഒരു കൃത്യമായ മറുപടി ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുനീരിന് ഫലമുണ്ടായിരിക്കുന്നു. നിങ്ങളെ ആ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മറ്റാരുടെയും സമ്മർദ്ദം കൊണ്ടോ ചെയ്തതിന് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നു. അത് ആ വ്യക്തി ഒരിക്കലും മറക്കാത്തൊരു അനുഭവമാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണുനീരിന് ഫലം ലഭിക്കുന്ന രീതിയിലുള്ളൊരു മാറ്റം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. ആ വ്യക്തി കൃത്യമായി ചിന്തിക്കും, ഇത് നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ളത്. പക്ഷേ അതിന് കൃത്യമായ ഉത്തരം ആ വ്യക്തിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ആ കാര്യങ്ങൾ നിങ്ങൾക്കിനി അടുത്തറിയാൻ കഴിയും. നിങ്ങൾ മനസ്സ് വിഷമിപ്പിച്ചപ്പോൾ നിങ്ങളുടെ ശക്തി, നിങ്ങളിൽ വിശ്വസിച്ച ശക്തി അതിന് മറുപടി നൽകിയിരിക്കുന്നു. അതാണ് സംഭവിക്കാനിരിക്കുന്നത്. നിങ്ങൾക്കത് നേരിട്ട് കാണുകയും ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്.